നമസ്കാരം സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തൊരാഴ്ചയിലേക്കുള്ള മാർക്കറ്റിന്റെ ഔട്ട്ലുക്കും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസ് ഈ ഒരു നെക്സ്റ്റ് 2 വീക്സിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണ്ട് ഷെയർസ് ഏതൊക്കെ കമ്പനികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. പുതുവർഷത്തിൽ ഒരു പുതിയ തുടക്കമായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിപണിയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പുതിയൊരു റെക്കോർഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് സൂചികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുതിയൊരു സർവ്വകാല ഉയരത്തിലേക്ക് നിഫ്റ്റിക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 26,340 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി ഉയരുകയും ചെയ്തിരുന്നു. ക്ലോസിംഗ് ടൈമിൽ 573 പോയിന്റിന്റെ നേട്ടം സെൻസെക്സ് റിപ്പോർട്ട് ചെയ്തു. 85,762 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 26,329 എന്ന റേഞ്ചിൽ 182 പോയിന്റിന്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. കോൾ ഇന്ത്യ, NTPC, ഹിൻഡാൽകോ പോലുള്ള ഓഹരികൾക്ക് നല്ല മൂവ്മെന്റ് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ജിയോ ഫിനാൻഷ്യൽ, ബജാജ് ഫിനാൻസ് എന്നിങ്ങനെയുള്ള ഓഹരികളായിരുന്നു മേജർ ഗെയിനേഴ്സ് ആയിട്ട് മാറിയത്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ ITC, നെസ്ലെ ഇന്ത്യ, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഓട്ടോ, ഭാരതി എയർടെൽ പോലുള്ള ഓഹരികളാണ് ഒരു ഇടിവിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി 1.1% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ന്യൂ ഇയറിലെ 2 സെഷനുകളിലും പോസിറ്റീവ് നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സൂചികൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജാനുവരി ആരംഭിച്ചിരിക്കുകയാണ്. ഇനി Q3 റിസൾട്ടിന്റെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു Q3 കോർപ്പറേറ്റ് ആക്ഷൻസിൽ അല്ലെങ്കിൽ Q3 കോർപ്പറേറ്റ് റിസൾട്ടുകളിൽ പൊതുവെ നല്ലൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു Q3 തുടങ്ങാൻ പോകുന്നതിന്റെ ഒരു മൊമെന്റം കൂടി നമുക്ക് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ജാനുവരിയിൽ ഈ ഒരു ബുള്ളിഷ് മൊമെന്റം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് തള്ളിക്കളയരുത് എന്നുള്ളൊരു വ്യൂ ആണ് പൊതുവെ അനലിസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന എൻറിച്ച് മണി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ പൊന്മുടി ആറിന്റെ വ്യൂ ആണ്. അദ്ദേഹം എന്താണ് ഔട്ട്ലുക്ക് നൽകിയിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്ത് ഉണ്ടായേക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ തന്നെയാണ് എന്നുള്ളതാണ്. ഒപ്പം DISന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇൻഫ്ലോ വലിയൊരു പിന്തുണയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. ഇനി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നോക്കുമ്പോഴും ഫൈനാൻഷ്യൽ, ഓട്ടോ അങ്ങനെയുള്ള എല്ലാ സെക്ടേഴ്സിലും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് വെള്ളിയാഴ്ച നമ്മൾ കാണാൻ സാധിച്ചിരുന്നത്. ഇനി ലിക്വിഡിറ്റി കണ്ടീഷൻ നോക്കുമ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ട് തുടരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഉടനെ തന്നെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല, അല്ലെങ്കിൽ വല്ലാത്തൊരു ക്രാഷിലോട്ട് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളൊരു അനുമാനമാണ് പൊതുവെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഈ ഒരു Q3 ഏർണിംഗ് സീസൺ ആരംഭിക്കുമ്പോൾ കൂടുതൽ പൊസിഷൻ, നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ കൂടുതൽ പൊസിഷൻ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത നിക്ഷേപകരെ സംബന്ധിച്ചുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് സ്റ്റോക്കുകളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ പാർട്ടിസിപ്പേഷൻ റീറ്റെയിൽ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വരുന്ന വീക്കിൽ എക്കണോമിക് തലത്തിൽ നമുക്ക് PMI ഡാറ്റയാണ് മെയിനായിട്ട് വരാനുള്ളത്. PMI ഡാറ്റയിൽ നമുക്ക് മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് രംഗം എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് ഈ ഒരു PMI ഡാറ്റയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ മാക്രോ തലത്തിൽ എക്കണോമിക് ഡാറ്റയായിട്ട് വരാനിരിക്കുന്നത്. ഇനി വരുന്ന സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എക്സ്പെക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. നിലവിൽ സൂചിക 20-day 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ തന്നെയാണ് തുടരുന്നത്. മീഡിയം ടേം ട്രെൻഡ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. നിഫ്റ്റി 26,100 26,200 എന്നുള്ള ഒരു സപ്പോർട്ട് സോണിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു ബുള്ളിഷ് സെറ്റപ്പ് തുടർന്നും എക്സ്പെക്ട് ചെയ്യാമെന്ന് തന്നെയാണ് പൊന്മുടിയാർ അഭിപ്രായപ്പെടുന്നത്. 26,400 എന്നുള്ളൊരു ലെവലിലോട്ട് പോകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയരുത് എന്ന് കൂടിയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 26,400 എന്നുള്ളൊരു ലെവൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 26,600 27,000 എന്നുള്ള ആ ഒരു റേഞ്ചിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഏർണിങ്സും കൂടി തുടങ്ങുമ്പോൾ നമുക്കതിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുകയും ചെയ്യും. ഡൗൺ സൈഡിൽ നമ്മൾ 26,100 26,200 എന്നുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്നും കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഡെറിവേറ്റീവ് സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ജാനുവരി 6 വരുന്ന വീക്കിലി എക്സ്പയറിയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് കോഷ്യസ് ആണ്, ബുള്ളിഷ് ആണ്, അതേസമയം കോഷ്യസ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 22.31 കോടിയാണ്. നേരെ മറിച്ച് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 13.61 കോടി രൂപ 13.61 കോടി മാത്രമാണ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അപ്പം അത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
അതായത് നിലവിലെ ഈ ഒരു ലെവലിലാണ് കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി പുട്ട് റൈറ്റിംഗ് 26,200 26,300 എന്നുള്ളൊരു സോണിലാണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി കാൾ സ്ട്രൈക്കിലാണ് കൂടുതലും അഡീഷൻസ് വരുന്നത്. സോ നമുക്ക് മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഒരു അപ്സൈഡ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നൊരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. 26,200 26,300 എന്നുള്ള ആ ഒരു റേഞ്ചിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫ്രഷ് ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നേക്കാമെന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചികയിൽ 60,150 എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ സൂചിക എല്ലാ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിന് മുകളിലുമാണ് തുടരുന്നത്. 59,800 60,000 എന്നുള്ള ആ ഒരു റേഞ്ചിന് മുകളിൽ തുടരുന്നിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 60,500 61,000 എന്ന റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് 62,000 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു പോസിബിലിറ്റിക്ക് കാരണം നമുക്ക് ഭയങ്കര ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് ആണ് ബാങ്കിങ് മേഖലയിൽ കാണുന്നത്. ലിക്വിഡിറ്റിയും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. വളരെ ഫേവറബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി കണ്ടീഷനാണ് നിഫ്റ്റി ബാങ്കുകളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട്, പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 59,500 എന്നൊരു ലെവലിന് താഴേക്ക് വീഴുകയാണെങ്കിൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു കൺസോളിഡേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ പോലും ട്രെൻഡ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ട്. സെൻസെക്സ് ആണ് ഇനി അടുത്തത്. സെൻസെക്സ് 85,762 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഓൾ ടൈം ഹൈൻ്റെ ജസ്റ്റ് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വെച്ച് നോക്കുമ്പോൾ സെൻസെക്സിന് ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ സ്ലോവർ പേസിലാണ് ഈ ഒരു സൂചികയിൽ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ബാങ്കിങ് മെറ്റൽ സ്റ്റോക്കുകളുടെ നല്ലൊരു പിന്തുണ സെൻസെക്സിനെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. 85,200 85,500 എന്നുള്ളൊരു റേഞ്ചിലാണ് നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. 86,000 എന്നുള്ള ആ ഒരു ലെവലിൽ ബ്രേക്ക്ഔട്ട് നടത്തിയാൽ മാത്രമാണ് കൂടുതലൊരു മൊമെന്റ് നമുക്ക് ഈ ഒരു സെൻസെക്സിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ 86,500 87,500 എന്നുള്ള ഒരു ലെവലിലോട്ട് വരുന്ന ആഴ്ചയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പൊന്മുടിയാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിന് ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ കമ്പനികളാണ് ബോണസ് സ്പ്ലിറ്റ് അതൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഓറിയൻ ടെക്നോളജീസ് ആണ്. അവർ ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ജാനുവരി 5-നാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 1:10 1:10 എന്നുള്ള അനുപാതത്തിലാണ് ബോണസ് ഇഷ്യൂ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അന്താരിക്ഷ് ഇൻഡസ്ട്രീസ് ആണ് അടുത്ത കമ്പനി ബോണസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 1:10 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് ബോണസ് നൽകുക. ജാനുവരി 9-നാണ് ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ഡേറ്റിന് മുൻപായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏത് കമ്പനിയുടെയും ബോണസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആണെങ്കിലും ഒക്കെ റെക്കോർഡ് ഡേറ്റിന് മുൻപാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എലിജിബിൾ ആയിരിക്കും എന്നതാണ് റെക്കോർഡ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബെസ്റ്റ് അഗ്രോ ലൈഫ് ആണ്. കമ്പനി ഇതുപോലെ ബോണസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് 1:2 എന്നുള്ള ഒരു റേഷ്യോയിലാണ്. ജാനുവരി 16-നാണ് കമ്പനിയുടെ ബോണസ് നൽകുന്നതിനുള്ള റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. കൊട്ടക് മഹീന്ദ്ര സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കേട്ട് കാണും. ജനുവരി 14-നാണ് ഇതിന്റെ ഒരു റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നത്. 5 രൂപ മുഖവിലയുള്ള ഓഹരിനെ 1 രൂപ മുഖവിലയുള്ള ഓഹരികളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കൊട്ടക് ബാങ്കിന്റെ ഒരു ഓഹരി കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് 5 ഓഹരിയായിട്ടത് മാറും. പക്ഷെ വാല്യൂവിൽ മാറ്റം ഉണ്ടാകില്ല. ആ കാര്യം നിങ്ങൾ മറക്കരുത്. നമുക്ക് എത്ര വാല്യൂവിൻ്റെ സ്റ്റോക്സ് ആണോ കയ്യിലുള്ളത്, ഈ സ്പ്ലിറ്റിന് ശേഷം ആ ഒരു വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് അതിന് ശേഷം ഉണ്ടായിരിക്കുക. അപ്പോൾ ജനുവരി 14-നാണ് കൊട്ടക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അജ്മാര റിയാലിറ്റി ആൻഡ് ഇൻഫ്ര ആണ് അടുത്തത്. ഈ ഒരു സ്റ്റോക്കും 10 രൂപ മുഖവിലയുള്ള അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 2 രൂപയാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 15-നാണ് അജ്മാരയുടെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. A1 ലിമിറ്റഡ് ആണ് അടുത്ത സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് ജനുവരി 8-നാണ് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 1 രൂപയാക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് 10 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. SKM എഗ് പ്രൊഡക്ട്സ് എക്സ്പോർട്സ്
ആണ് അടുത്ത കമ്പനി. ഈ കമ്പനിയുടെ ജനുവരി 12-നാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിന് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് 5 രൂപയാക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ബെസ്റ്റ് അഗ്രോ ലൈഫ് ആണ് അടുത്ത സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ബോണസും ഇഷ്യൂ ചെയ്തതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ളത് 1 രൂപയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് 10 ഓഹരികളായിട്ട് കിട്ടും എന്നുള്ളതാണ് സാരം. അടുത്തത് യുണൈറ്റഡ് വാൻഡർ ഹോസ്റ്റ് ആണ്. ഈ ഒരു സ്റ്റോക്ക് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ജനുവരി 22-ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 1 രൂപയാക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് 1:5 എന്നുള്ളൊരു അനുപാതത്തിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫെയർകെം ഓർഗാനിക്സ് ആണ് കോർപ്പറേറ്റ് ആക്ഷൻ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. ഈ ഒരു കമ്പനി ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 5-നാണ് ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അവർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ കോർപ്പറേറ്റ് ആക്ഷൻസ് വരുന്നത്. ഏതായാലും മാർക്കറ്റിന്റെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം.